അറിയാതെയുടെ സംവിധായകൻ അമീർ സലാമാണ് ന്യൂസ് വൺ മോർണിംഗിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം അമീർ സലാം ന്യൂസ് വൺ മോർണിംഗിലേക്ക്. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ഉദ്യമം എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കാനുണ്ടായ പ്രേരണ എന്തായിരുന്നു? മെയിൻലി നമ്മുടെ എല്ലാ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങോട്ട് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ആരുടെ അസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പലരെയും സമീപിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്യാനുണ്ടായത്, പല ഡയറക്ടേഴ്സും പലരും. അപ്പോൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഒരു ഷോർട്ട് ഫിലിം ആയാലും എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റീച്ച് ഉണ്ടാകും എന്ന് എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ മിസ്റ്റർ ക്യാമറാമാൻ ജോമോൻ ടി ജോൺ പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് ചെയ്യാൻ ആലോചിച്ച് നടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം അറൗണ്ട് 100ഓളം ഷോർട്ട് ഫിലിംസ് റിലീസാവുന്നുണ്ട് യൂട്യൂബ് വഴി. അതിനൊന്നും ഒരു റീച്ചും കിട്ടുന്നില്ല. വളരെ ചുരുക്കം ഇത് മാത്രമാണ് റീച്ച് ചെയ്യുന്നതും. ഈ മുടക്കുന്ന കാശും അവിടെ നഷ്ടപ്പെടുകയാണ് എല്ലാവർക്കും. പക്ഷേ എന്തെങ്കിലും ഡിഫറൻ്റ് ഒരെണ്ണം ചെയ്താൽ മാത്രമേ എന്നെ ശ്രദ്ധിക്കപ്പെടൂ, അല്ലെങ്കിൽ എൻ്റെ ടീമിനെ ശ്രദ്ധിക്കപ്പെടൂ. അതുകൊണ്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു തോട്ട്, അതായത് ഒറ്റ ഷോട്ടിൽ, അത് ഭയങ്കര ഒരു റിസ്ക് ഉള്ളൊരു സംഭവമാണ്. പിന്നെ മെയിൻലി അതിൽ അഭിനയിക്കാനുള്ള ആളുകളുടെ കഴിവ്, ഇത്രയും ലെങ്ത്ത്. ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് അതിൻ്റെ വർക്ക്ഷോപ്പ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏകദേശം എൻ്റെ ഭാരം അവിടെ അവസാനിക്കുക. അതിനുശേഷമുള്ള ഭാരം മുഴുവൻ അതിൻ്റെ ക്യാമറാമാനും അതിൽ അഭിനയിച്ചിരിക്കുന്ന 2 ആക്ടേഴ്സുമാണ്. ഈ 12 പേജുള്ള ഫുൾ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് ഇത്രയും പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവരില്ലെന്നുണ്ടെങ്കിൽ ഈ ഇത് നടക്കില്ലായിരുന്നു. അപ്പം ആദ്യം നന്ദി അവർക്കും. പിന്നെ ഇതിൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഗോകുൽ, ഷർഷാദ്, വളരെ ചുരുക്കം ആൾക്കാർ, എല്ലാം കൂടെ ഒരു 6 പേരാണ് നമ്മുടെ ക്രൂ ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് മെയിൻലി നമ്മുടെ റീസൺ. 18 മിനിറ്റിൽ ഒറ്റ ഷോട്ടിൽ ഒരു ചിത്രം ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറൻ്റായി എന്തെങ്കിലും ചെയ്യുക, റീച്ച് കിട്ടുക, അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടുക എന്ന് പറഞ്ഞു. ഇപ്പോൾ IFFK വരെ എത്തിയിരിക്കുകയാണ് ചിത്രം. എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞ റീച്ച് എത്രമാത്രം കിട്ടി? റീച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ആക്ച്വലി ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഷൈനാസ് എന്ന് പറയുന്ന പുള്ളിയാണ് എന്നെ രവീന്ദ്രൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. നമ്മുടെ ആക്ടർ രവീന്ദ്രൻ സാർ, പുള്ളിയാണ് ഫിലിം മാർക്കറ്റിംഗ് ഡിവിഷൻ്റെ ഹെഡായിട്ട് ഇപ്പം ഈ ചലച്ചിത്രമേളയ്ക്ക് വർക്ക് ചെയ്തത്. അപ്പം പുള്ളിയുടെ അടുത്ത് ഞാൻ എൻ്റെ ഇതും കൊണ്ട് പോയിരുന്നു. അപ്പം പുള്ളിയാണ് പറഞ്ഞത്, ഇത്രയും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, അവിടെ ടെലികാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒരു 4 ദിവസം പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതിനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ എല്ലാവരും തലേ ദിവസം നമ്മൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പറഞ്ഞു തന്നു എല്ലായിടത്തും, ഇതുപോലെ ഒറ്റ ഷോട്ടിൽ ചെയ്തിട്ടുള്ള ഇത് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേര്. അപ്പം ഞാൻ ആദ്യം എനിക്കിതൊരു വലിയൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ടീം അത് ചെയ്ത് തീർത്തത്. അപ്പം എല്ലാവരും വന്നു, ചേട്ടാ നാളെ എപ്പോഴാണ് അതിൻ്റെ ഷോ നടക്കുന്നത്, അതൊന്ന് പറയാം, ടൈം പറയാമോ? എല്ലാവർക്കും കാണാൻ ഒരു ആകാംക്ഷ. പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബൈ നാളെ നിങ്ങളിത് നടക്കുമ്പോൾ എന്നെ അറിയിക്കണം. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് എന്തൊക്കെയോ ഒരു റീച്ച് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന്. പിന്നെ അതുപോലെ ഒരുപാട് ഡെലിഗേറ്റ്സിൻ്റെ മുന്നിൽ വെച്ച്, അതായത് അന്ന് മറ്റേ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലിയുടെ പ്രൊഡ്യൂസർ നമ്മുടെ രാഹുൽ ചേട്ടനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്ക് പ്രിയദർശൻ സാർ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് വരുന്നുണ്ട് ഷോർട്ട് ഫിലിംസ് എല്ലാം അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ. അപ്പോൾ ആ ടൈമിൽ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നമ്മുടെ അടുത്ത് ഭയങ്കര ഒരു നല്ലൊരു കൈയടി തന്നെ നമുക്കവിടെ കിട്ടി. എന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റവും പറഞ്ഞില്ല. ആക്ച്വലി ഇത് ഞാൻ അല്ലാതെ മുമ്പ് കാണിച്ചും പലരും ക്യാമറ അവിടെ ഷേക്കുണ്ടായി, ഇവിടെ ഷേക്കുണ്ടായി, ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. പക്ഷേ സിനിമയെക്കുറിച്ച് അറിയാമെന്നുണ്ടായിരുന്ന ആൾക്കാരാണ് അവിടെ ഇരുന്നത്. അവരെല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞു. പ്രത്യേകിച്ച് അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, മിസ്റ്റർ ബാദുഷ. പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ബൈ ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു ഇത്രയും ലെങ്ത് ഉള്ളൊരു സാധനം ഇന്ത്യൻ ഷോർട്ട് ഫിലിംസിൽ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് അതിനൊരു സർട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിലില്ല. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ നിന്നുള്ള പ്രചോദനമാണ് ഞാൻ അന്ന് നേരെ ആദ്യം വന്നത് മീഡിയ വൺ ചാനലിലാണ്. ഫസ്റ്റ് അവിടെ നിന്ന് അന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ഇവിടെയാണ് വന്നത്. ഇവിടെ വന്ന് സംസാരിച്ചപ്പം അവരെനിക്കൊരു പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആക്ച്വലി അവരുടെ വായിൽ നിന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊമോഷൻ കൊടുക്കാനുള്ള സ്റ്റഫ് ഇതിലുണ്ട് എന്ന് കരുതിയിട്ട്. നേരത്തെ അമീർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഹ്രസ്വചിത്രത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക ക്യാമറാമാനായിരിക്കും, പിന്നെ അഭിനേതാക്കളും. എങ്ങനെയായിരുന്നു ചിത്രീകരണ സമയത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ചിത്രീകരണ സമയത്ത് ആക്ച്വലി ഇത് നമുക്ക് 2 ദിവസം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റഡി ക്ലാസ് അല്ല, ഇതൊന്ന് ആക്ട് ചെയ്ത് നോക്കണം നമുക്ക്. എന്നാൽ വർക്ക്ഷോപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ 2 ആക്ടേഴ്സിൻ്റെയിലും 2 സ്ക്രിപ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഫുൾ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷേ അവർ രണ്ടുപേരും ഫുൾ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചുകൊണ്ട്, ഒന്ന് അരുൺ ഭാസ്കറും ഒന്ന് സഞ്ജു, രണ്ടുപേരും വന്ന് നമ്മൾ വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോൾ ആക്ച്വലി പ്രതീക്ഷിച്ച് ഇതിലാണെങ്കിൽ ഒരുപാട് ഇമോഷൻസ് പല രീതിയിൽ, അതായത് തുടക്കം ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും കുറച്ച് കഴിയുമ്പം സങ്കടപ്പെട്ട് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും ഏറ്റവും അവസാനം കരഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിലാണ് അരുൺ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫീലൊന്നും നമ്മുടെ വർക്ക്ഷോപ്പ് നടത്തിയപ്പം വരുന്നില്ല ഫേസിൽ ആരുടെ. അപ്പോൾ ആകെ ടെൻഷനായി. കാരണം ഇത് ഒറ്റ ഷോട്ടിൽ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. ഇതല്ലാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ അന്ന് അവരെല്ലാം ഡെസ്പായിട്ട് അവിടെ നിന്ന് പോയി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഭിനയമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷേ അടുത്ത ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ടെൻഷനായിരുന്നു, ഇത് ചെയ്യാൻ പറ്റുമോ, ഇവരെ കൊണ്ട് ഇത് കവർ ചെയ്യാൻ കഴിയുമോ. പക്ഷേ ഏറ്റവും അവസാനം 5 മണി വരെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ടില്ല. ഈ വർക്ക്ഷോപ്പ് നടക്കുമ്പോൾ ഞാൻ മാറി നിൽക്കുകയായിരുന്നു. 5 മണിക്ക് ശേഷം പോയപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു, അരുണും സഞ്ജുവും കൂടെ, ബൈ നമുക്ക് ഒരു ടേക്ക് നോക്കാമെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ അവർ ആ ടേക്ക് എടുത്തത് കണ്ട് ഏറ്റവും അവസാനം സത്യം പറഞ്ഞാൽ ഞാൻ കൈ അടിച്ചുകൊണ്ട് പോയി അരുണിനെയും സഞ്ജുവിനെയും കെട്ടിപ്പിടിക്കുകയായിരുന്നു. എൻ്റെ കണ്ണ് പറഞ്ഞു. കാരണം എനിക്കത് ഉറപ്പായി അവരത് ചെയ്യും, നല്ലോണം ചെയ്യും. അതിനുശേഷം നമ്മൾ പോയെന്ന് വെച്ചാൽ അടുത്ത പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്താണ്, ഒഴിഞ്ഞൊരു സ്ഥലം തന്നെ വേണം. ഇതിലിപ്പം ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പോർഷനിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വരികയോ എല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്നേന്ന് ഷൂട്ട് ചെയ്യണം. ചിലപ്പം 18ാമത്തെ മിനിറ്റിലായിരിക്കാം ആരെങ്കിലും കയറി വരികയോ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, എങ്കിൽ പോയി ഒന്നേന്ന് ഷൂട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരിക്കൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഡയലോഗ് പറയൂ അരുൺ എന്ന് പറഞ്ഞ് സഞ്ജു തുടങ്ങുന്ന സമയത്ത് തൊട്ടടുത്തൊരു പട്ടി വന്നിരിക്കുകയാണ്. പിന്നെ അത് അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നേന്ന് തുടങ്ങി. പക്ഷേ 5 ടേക്സ് എടുത്ത് ടോട്ടലി 5 പ്രാവശ്യം നമ്മളിത് ഷൂട്ട് ചെയ്തു. 5 ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും കാണിച്ചു ഈ 5-ൽ ഏറ്റവും നല്ലത് ഏതാണ്. അതിൽ നിന്ന് 2 സെലക്ട് ചെയ്തു. അതിൽ നിന്ന് വീണ്ടും അതിലേതൊക്കെയാണ് നല്ലത്. കാരണം ഇതിലിപ്പം നമുക്ക് മ്യൂസിക് ഉണ്ട്. ഇപ്പം 5 ഷോട്ടും കൃത്യമായി എന്നാണോ പറയുന്നത്? 18 മിനിറ്റ് ദൈർഘ്യമുള്ള 5 ഷോട്ടുകൾ നിങ്ങൾ എടുത്തു എന്നാണോ പറയുന്നത്? 5 ഷോട്ടും ആക്ച്വലി മാഡം നമ്മൾ ഇത് ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എടുത്ത ഷോട്ട് 20 മിനിറ്റ് ലെങ്ത് കഴിഞ്ഞു പോയി. നമ്മുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു 5100 എന്ന് പറയുന്ന ഒരു നോർമൽ ക്യാമറയാണ്, മനു പ്രസാദിൻ്റെ കയ്യിലുള്ള ക്യാമറയാണ്. അത് യൂസ് ചെയ്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആ ക്യാമറയുടെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 20 മിനിറ്റ്സാണ്. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ക്യാമറ തനിയെ ഓഫ് ആവും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ എടുത്ത ടേക്കിൽ ഇതാണ് സംഭവിച്ചത്. പക്ഷേ 5 ടേക്ക് എടുത്തു, 5 ടേക്കും ഓക്കെ ആയിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് ക്യാമറ കുറച്ചുകൂടെ ലെങ്ത്ത് കൊടുക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ടൈമിങ് കിട്ടുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് ആയൊരു സിനിമ റീച്ച് കിട്ടിയെന്നൊക്കെയുള്ളത് സത്യമാണ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് സിനിമ അതിൻ്റെ ആസ്പദമായ വശങ്ങൾ അതിനോട് എത്രമാത്രം നീതി പുലർത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത് എത്രമാത്രം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു? അതിനോട് എനിക്ക് 100% നീതി പുലർത്താൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ ഞാൻ പറയുന്ന കള്ളമായി പോകും. അതുകൊണ്ട് അങ്ങനെയല്ല. ആക്ച്വലി നമ്മുടെ ഈ ഒരു ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് നമ്മളെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യമാണ്. ഇതിൽ നിന്നും നമുക്കൊരു ഫിനാൻസ് ചെയ്യാനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി ഈ സ്റ്റോറി തന്നെ ഒരു വലിയൊരു സിനിമയ്ക്ക് പറ്റിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിനെ ലെങ്തിയാക്കി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ പറ്റും. അതുമല്ല, ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തുള്ളൊരു എയിം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയസ്റ്റ് ലെങ്ത്തുള്ള ഇന്ത്യൻ മൂവി അല്ല, വേൾഡിലുള്ള മൂവി റഷ്യൻ ആർക്ക് എന്ന് പറയുന്നത് റഷ്യൻ ഫിലിമാണ്. അത് കഴിഞ്ഞ് ഇപ്പം തമിഴിൽ ഒരു സിനിമ 2 മണിക്കൂർ 3 മിനിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇത്രയും ലെങ്ത്തുള്ള, അതിപ്പം റെക്കോർഡിലാണ്, ഗിന്നസ് റെക്കോർഡിൽ അത് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി ഫണ്ട് ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ റെക്കോർഡിന് മേളിലുള്ളൊരിത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അത് എൻ്റെ ഇത് മാത്രം കൊണ്ടല്ല, എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുള്ള വിശ്വാസം കൊണ്ട്, അവരതിനു വേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അങ്ങനൊരു ഇത് പറയുകയാണ്. ഇതൊരു കൂട്ടായ്മയിൽ നിന്നായിരിക്കും ഈ സിനിമ ഉണ്ടാവുന്നത്. അപ്പം അതിന് പറ്റിയ അഭിനേതാക്കൾ, അതിന് പറ്റിയ ഒരു വളരെ കഴിവുള്ള ഒരു ക്യാമറാമാൻ, ഒരു സംവിധായകൻ, നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ആ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു? പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇതാദ്യമായിട്ടല്ല ഒരുമിച്ച് വരുന്നത്. അരുൺ എന്ന് പറയുന്നത്, ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു സിനിമയിൽ നിന്ന് ഷോർട്ട് ഫിലിമിലേക്ക് വന്ന ആദ്യത്തെ ഡയറക്ടറായിരിക്കും. ഞാൻ ആദ്യം ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ദ ഹിഡൻ കില്ലർ എന്ന് പറഞ്ഞത്. പല സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റും കാരണം അത് പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്യാനുണ്ടായത്. അന്ന് എൻ്റെ കയ്യിൽ നിന്നായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നായാലും കുറച്ച് പൈസയൊക്കെ അങ്ങനെ പോയി. അപ്പം അതിൻ്റെ ഒരു ദുഃഖത്തിൽ പിന്നെ അതിനുശേഷം എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു, ഇനി 5 പൈസ എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞുകൊണ്ട് ഒരു പരിപാടിക്ക് ഞാൻ ഇറങ്ങില്ല.
കാരണം എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനൊരു ഫാമിലി മാനും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അന്നും എൻ്റെ വീട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞു, മനു നമുക്കൊരു എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യണം. അങ്ങനെ ആക്ച്വലി നമ്മൾ 8ൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് 5 ചെറുകഥകൾ 15 മിനിറ്റുള്ള 5 ചെറുകഥകൾ വെച്ച് ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 4 ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. 4 സ്റ്റോറീസിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഒരെണ്ണത്തിൻ്റെ ഷൂട്ട് ബാക്കി നിൽക്കുക, പെൻഡിങ്ങിലാണ്. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കൊണ്ടാണ് അതും അവിടെ നിന്ന് പോയത്. പക്ഷേ അതിൽ അറൗണ്ട് 40ഓളം ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ചാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വർക്കും മനു പ്രസാദ്, അതിൽ 4 എണ്ണത്തിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരുന്ന മനു പ്രസാദാണ്. അതിൽ 1 ആക്ട് ചെയ്തിരിക്കുന്നത് അരുൺ ഭാസ്കർ, സഞ്ജു സലീം, എല്ലാവരും ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കപ്പാസിറ്റി എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ടീം വർക്കാണ്. ഒരിക്കലും ഇത് എൻ്റെ മാത്രമോ ഒന്നുമല്ല. എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ ഈ ഫ്രണ്ട്സ്, ഈ ടീം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ പേരൻസ്, അത് മാത്രമല്ല ഇപ്പം ഇതിനു വേണ്ടി എന്നെ സഹായിക്കാൻ ഈ റെഡ് സലാം പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ഗൾഫിൽ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും പിന്നിലും ആരായാലും ഒരു ടീം വർക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. നേരത്തെ അമീർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളാണ് ഇപ്പോൾ ഓരോ മാസവും പുറത്തിറങ്ങുന്നത്, നിരവധി ഷോർട്ട് ഫിലിമുകൾ. ഈ രീതിയിൽ ഇങ്ങനെ ഷോർട്ട് ഫിലിമുകളുടെ ഒരു ആധിക്യം കൂടാൻ, അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള ഒരുപാട് ഷോർട്ട് ഫിലിം ഡയറക്ടർമാർ കടന്നു വരാൻ സഹായകമായ എന്തൊക്കെ ഘടകങ്ങളാണ് ഇപ്പോഴുള്ളത്? മെയിൻലി ഇപ്പം സിനിമ എല്ലാവരുടെയും കയ്യിൽ എത്തി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഡിജിറ്റൽ ആക്കിയതുകൊണ്ടാണ്. മുമ്പത്തെ പോലെ ഫിലിം മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുത്തരും ചെയ്യില്ല, ഇത്രയും ആൾക്കാരൊന്നും ഇവിടെ കടന്നു കൂടില്ല. പിന്നെ നമുക്കൊരിക്കലും ഷോർട്ട് ഫിലിംസിനെ ചെറുതായി കാണാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ മെയിൻ ആക്ടേഴ്സായ ലിജോ ജോസ് പല്ലിശ്ശേരി, പുള്ളി തന്നെ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് 3 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം എടുത്ത് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ആക്ടറിനെ കൺവിൻസ് ചെയ്തിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എസ്കേപ്പ് ഫ്രം ഉഗാണ്ട സിനിമയുടെ ഡയറക്ടർ രാജേഷ് നായർ സാർ, ഒരുപാട് പേര് ഇപ്പം തോർത്ത് എന്ന് പറയുന്നൊരിതിൽ അവരും കൺവിൻസ് ചെയ്തെന്ന്, പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്ത് പുതിയ സിനിമയ്ക്ക് വേണ്ടി അവർ നിൽക്കുകയാണ്. കുറച്ച് ആൾക്കാർ, അതായത് ഇപ്പം ഒരു 1000 പേര് വന്നതിൽ ഒരു 10-20 പേരെങ്കിലും ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ആ റീച്ച് കിട്ടാൻ കാരണം അവർ ഡിഫറൻ്റായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും റീച്ച് കിട്ടില്ല. ഒരിക്കലും ഷോർട്ട് ഫിലിം എന്നുള്ളൊരു സംഭവം ആർക്കും ദൂരമല്ല. ഇപ്പം എൻ്റെ അനിയൻ, അതായത് എൻ്റെ കൊച്ചച്ഛൻ്റെ മകനായ 10ാം ക്ലാസ് പഠിക്കുന്ന അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവനൊരു ഷോർട്ട് ഫിലിം പിടിക്കാൻ. ഓക്കെ, ഇതിപ്പം എല്ലാവർക്കും ഒരു ഇതായി. കാരണം സ്വന്തമായിട്ടൊരു 2 മെഗാ പിക്സലുള്ളൊരു ക്യാമറ ഉണ്ടെങ്കിൽ മതി എല്ലാവർക്കും ഇപ്പം ഷോർട്ട് ഫിലിം പിടിക്കാനായിട്ട്. ഇനി എന്തൊക്കെയാണ് അമീർ സലാമിൻ്റെ പുതിയ പദ്ധതികൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം നമുക്ക് നല്ലൊരു പ്രൊഡ്യൂസർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒറ്റ ഷോട്ടിലുള്ള ഒരു 2-2.5 മണിക്കൂറുള്ളൊരു സിനിമ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അതിനെങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു 6-7 മാസത്തെ വർക്ക്ഷോപ്പും ട്രെയിനിങ്ങും എല്ലാം വേണം. ഇപ്പം നമ്മളിപ്പോൾ ഒറ്റ ഷോട്ട് എന്ന് പറഞ്ഞ് ചെയ്യുമ്പം എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു, 18 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ നടന്നു പോകുന്നതും പലയിടത്തും കയറി ഇറങ്ങി വരുന്നത് സീക്വൻസ് എടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്തില്ല നമ്മൾ. കാരണം എങ്ങനെ നമുക്ക് അഭിനയം, നമ്മൾ ഒരാളെ പറ്റിക്കാൻ പാടില്ല. 18 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആളെ വിളിച്ചിരുത്തി ഒന്നുമില്ല, ഒരു കഥയും ഇല്ല. ഞാൻ അതിലൊരു സ്റ്റോറി പറഞ്ഞു തന്നുണ്ട്. അതിപ്പം ഞാൻ എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി, അതായത് ഈ ലോകത്തുള്ള, എനിക്ക് സ്വന്തമായിട്ട് സഹോദരി ഇല്ല, എന്നാലും എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാം, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാഠം പോലെ എന്തെങ്കിലും ഒരു ഇത് നമുക്കൊരു കഥയിൽ പറയാൻ പറ്റണം. അല്ലാതെ വെറുതെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ ഞാൻ എന്തായാലും ചെയ്യില്ല. എന്തെങ്കിലും അതിലൂടെ, എൻ്റെ ഇതിലൂടെ എന്തെങ്കിലും ഇത് വരണം. പിന്നെ ഷാജി കൈലാസ് സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി എന്നെ വിളിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് എൻ്റെ ഒരു സ്റ്റോറി പറയാനുണ്ട്. ഞാൻ ബേസിക്കലി ഒരു റൈറ്ററാണ്. എന്തായാലും സിനിമയിലേക്കുള്ള വഴികൾ അത്ര എളുപ്പമല്ല. എന്നാൽ പോലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ ചെയ്തു. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അമീറിന്. അതിനുള്ള എല്ലാവിധ ആശംസകളും. കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. താങ്ക്സ്. മോർണിംഗ്.